ഹലോ, എല്ലാവർക്കും നമസ്കാരം. SSLC +2 പരീക്ഷാ ഫലങ്ങളൊക്കെ പുറത്തു വരാൻ പോകുന്ന സമയമാണ്. ഈ സമയത്ത് എല്ലാ മാതാപിതാക്കളും എല്ലാ വിദ്യാർത്ഥികളും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് കോഴ്സ് പഠിക്കണം, അടുത്ത ചുവടുവെപ്പ് എങ്ങനെ നടത്തണം. വിദ്യാർത്ഥികളാണെങ്കിൽ തന്നെ നമ്മൾ ഇനി എന്താ പഠിക്കേണ്ടത്, ഏത് കോഴ്സ് എടുത്ത് പഠിച്ചാലാണ് നമ്മുടെ ഭാവി സുഭദ്രമാവുക. അതേസമയം അവരുടെ മാതാപിതാക്കളാണെങ്കിൽ തന്നെ ഇതേപോലെ തങ്ങളുടെ മക്കളെ ഏത് കോഴ്സ് എടുത്ത് പഠിപ്പിച്ച് ഏത് റൂട്ടിലേക്ക് വിട്ടാലാണ് അവർ സ്വന്തം കാലിൽ നിൽക്കാനുള്ള പ്രാപ്തി പ്രാപിച്ച് ലൈഫിൽ അങ്ങോട്ട് സെറ്റിലാവുക എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഞാൻ ഡോക്ടർ KP നജീമുദ്ദീൻ. ഞാനൊരു അധ്യാപകനാണ്, കരിയർ കൗൺസിലറാണ്, ചെറിയൊരു സംരംഭകനാണ്. ഒരു കരിയർ കൗൺസിലർ എന്ന നിലയ്ക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ ഞാൻ ഏറ്റവും കൂടുതൽ കേൾക്കാൻ പോകുന്ന 2 ചോദ്യങ്ങളിൽ ഒന്നാണ്, സർ, ഞാനിനി എന്താണ് പഠിക്കേണ്ടത്? ഞാൻ SSLC അല്ലെങ്കിൽ +2 കഴിഞ്ഞിരിക്കുകയാണ്, ഇനി ഞാൻ എന്താണ് പഠിക്കേണ്ടത്? ഇത് തന്നെ മാതാപിതാക്കളുടെ സൈഡിൽ നിന്നാണെങ്കിൽ കേൾക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാർ, എൻ്റെ മകൻ ഈ വർഷം +2 പാസ്സായി ഇരിക്കുകയാണ്, അവനെ ഞാൻ ഇനി എന്താണ് പഠിപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ ഞാൻ അവനെ ഇനി എന്തിനാണ് വിടേണ്ടത് എന്നൊരു ചോദ്യമാണ് സാധാരണ വരാറുള്ളത്. പെട്ടെന്നൊരു ഉത്തരം അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല ഈ ഒരു ചോദ്യം എന്നുള്ളതാണ്. ഇപ്പോൾ ഈ കൈ നോക്കി ലക്ഷണം പറയുന്ന പോലെ, അല്ലെങ്കിൽ മുഖം നോക്കി ലക്ഷണം പറയുന്ന പോലെ, അങ്ങനെ പെട്ടെന്ന് ഒരാളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ആൻസർ അല്ല, അല്ലെങ്കിൽ ചോദ്യമല്ല ഈ ഒരു സംഗതി. കാരണം ഇത് നല്ലവണ്ണം ഒരു വ്യക്തിയെ മനസ്സിലാക്കിയിട്ട് അയാളുടെ താല്പര്യങ്ങളും അഭിരുചികളും കഴിവുകളും ജന്മവൈഭവങ്ങളും എല്ലാം മനസ്സിലാക്കിയിട്ട് വളരെ ശ്രദ്ധയോടുകൂടി വളരെ അവധാനതയോടുകൂടി നമ്മൾ ഉത്തരം പറയേണ്ട ഒരു ചോദ്യമാണിത്. പക്ഷെ പല ആളുകളും നമ്മളെ ഫോണിലൂടെയും മറ്റുമൊക്കെ വിളിച്ചിട്ടും അല്ലെങ്കിൽ നേരിൽ കണ്ടിട്ട് പറഞ്ഞത്, ഇപ്പോൾ പറയണം സാർ, ഒറ്റ ക്ലിക്കിൽ സാർ എനിക്കൊരു ആൻസർ വേണം, എൻ്റെ മകനെ ഞാൻ എന്ത് കോഴ്സിന് വിടണം, അല്ലെങ്കിൽ സാർ ഞാൻ ഇനി എന്ത് പഠിക്കണം. ചില കുട്ടികൾ വിളിച്ചിട്ട് വളരെ ദയനീയമായിട്ടാണ് സംസാരിക്കാറുള്ളത്, സാറേ എനിക്ക് ഒന്നും അറിയില്ല, ഞാനിപ്പോൾ എന്താണ് ചെയ്യേണ്ടത്, ഒരു പിടുത്തവും കിട്ടുന്നില്ല എന്ന് പറയും. ഇവിടെയൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നം വളരെ ലളിതമാണ്. നിങ്ങൾ ഈ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒന്ന് ചിന്തിക്കുന്ന അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രശ്നമൊന്നും ഇതിലില്ല. നമ്മളൊന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ വളരെ ലളിതമായിട്ട് സോൾവ് ചെയ്യാവുന്ന ഒരു കാര്യം മാത്രമേ ഇതിലുള്ളൂ. പക്ഷെ നമ്മൾ അനാവശ്യമായിട്ട് ആദ്യ പഠിച്ച് ആങ്സൈറ്റി കാണിച്ച് നമ്മുടെ തീരുമാനങ്ങളെ തെറ്റായ ദിശയിലേക്ക് നയിക്കുകയാണ് പലപ്പോഴും ചെയ്യുന്നത്. ഇതിനുള്ള ഉത്തരം വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. ഇനി നമ്മൾ എന്ത് പഠിക്കണം, അടുത്ത കോഴ്സ് നമ്മൾ എന്തെടുക്കണം, അത് ഏത് കോളേജിൽ ചേരണം, ഏത് റൂട്ടിൽ മുമ്പോട്ട് പോകണം, എങ്ങനെ ഭാവി കരുപിടിപ്പിക്കണം എന്നൊക്കെയുള്ള ഈ ചോദ്യങ്ങൾക്കും അതിനുള്ള ഉത്തരം കണ്ടെത്തുന്ന പ്രക്രിയക്കും നമ്മൾ പറയുന്ന ഒരു പേരാണ് കരിയർ പ്ലാനിങ്. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു കുട്ടി 8ാം ക്ലാസ്സിൽ പഠിക്കുന്നതിന് മുമ്പ് തന്നെ, 8ാം ക്ലാസ്സൊക്കെ എത്തുന്നതിന് വളരെ മുമ്പ് തന്നെ ആ വിദ്യാർത്ഥിയും അവൻ്റെ പേരൻസും കൂടെ ചേർന്നിട്ട് അവൻ്റെ ഭാവി എങ്ങനെ ആയിരിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടാകും. പക്ഷേ നമ്മുടെ രാജ്യത്ത് മാത്രമാണ് അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്ന പ്രക്രിയ SSLC ഫലമോ +2 ഫലമോ ഇറങ്ങുന്നതിൻ്റെ അന്ന് വരെ മാറ്റിവെക്കുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറഞ്ഞാൽ ഒരുപാട് നേരത്തെ തന്നെ ഈ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ഒരു തീരുമാനം എടുത്തു വെക്കേണ്ടതാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്തുക? നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് ഏറ്റവും നന്നായിട്ട് ഇണങ്ങുന്ന ഒരു കോഴ്സ്, അവർക്ക് ഏറ്റവും നന്നായിട്ട് പഠിക്കാനും ആസ്വദിച്ച് പഠിക്കാനും നല്ല മാർക്ക് നേടാനും ഉന്നത വിജയം കരസ്ഥമാക്കാനും സാധിക്കുന്ന കോഴ്സുകൾ, അതേസമയം തന്നെ അവർക്ക് ഭാവിയിൽ ഏറ്റവും നല്ല തൊഴിൽ സാധ്യത ഉറപ്പുവരുത്താവുന്ന, നല്ല ശമ്പളവും അതിനേക്കാളൊക്കെ അപ്പുറത്തായിട്ട് നല്ല മനസ്സംതൃപ്തിയും നൽകുന്ന കോഴ്സുകൾ എങ്ങനെ തിരഞ്ഞെടുക്കണം, ആ ഒരു കരിയർ പാത്ത് എങ്ങനെ തിരഞ്ഞെടുക്കണം എന്നുള്ള ഇന്ന് ഒരുപാട് പേരെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവുമായാണ് നമ്മൾ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ സീരീസിനെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏതാണ്ട് ഒരു 13 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ഈ ഒരു കരിയർ കൗൺസിലിംഗ് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളും എൻ്റെ അഭിപ്രായം കേട്ടിട്ട് എൻ്റെ നിർദ്ദേശങ്ങൾ പിൻപറ്റിക്കൊണ്ട് മുമ്പോട്ട് പോയി നല്ല രീതിയിൽ വിജയം കൈവരിക്കുകയും ഇന്ന് നല്ല തൊഴിൽ മേഖലകളിൽ ജോലി കരസ്ഥമാക്കി സന്തോഷമായി ജീവിക്കുകയും ചെയ്യുന്ന കുറേ കുട്ടികളുടെ അനുഭവങ്ങളുടെയും സാക്ഷ്യത്തിൽ ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ സീരീസിന് തുടക്കമിടുകയാണ്. എന്ത് പഠിക്കണം, ഇതാണ് ഈ സീരീസിൻ്റെ പേര്. SSLCയോ +2 കഴിഞ്ഞ വ്യക്തിയാണ് അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിയാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് SSLC പരീക്ഷയോ അല്ലെങ്കിൽ +2 പരീക്ഷയോ പാസ്സായി ഇനി എന്ത് പഠിക്കണമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ മകൻ മകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ സീരീസ് വളരെയധികം ഉപകാരപ്പെടും. നിങ്ങളിത് എല്ലാ എപ്പിസോഡുകളും വളരെ കൃത്യമായി തന്നെ കാണുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ അറിയിക്കുക. നിങ്ങൾ പറയുന്ന രീതിയിൽ നമുക്ക് ഇതിൻ്റെ കോണ്ടന്റ് ഒന്നുകൂടി മെച്ചപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതാണ്. അതേസമയം ഞാൻ ഒന്ന് മാത്രം നിങ്ങൾക്ക് ഉറപ്പുവരാം, നിങ്ങൾ ഈ വീഡിയോ സീരീസിലുള്ള എല്ലാ വീഡിയോസും സ്ഥിരമായി കാണുകയും കൃത്യമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് പിൻപറ്റുകയും ചെയ്യുകയാണെങ്കിൽ
ഉറപ്പായിട്ടും നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു വലിയ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടുകയും നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ സംശയങ്ങളും നീങ്ങി കിട്ടുകയും ചെയ്യുന്നു മാത്രമല്ല, മുമ്പോട്ടുള്ള വഴിയിൽ നിങ്ങൾക്ക് ഒരുപാട് നല്ല ക്ലാരിറ്റി, ഒരു വ്യക്തതയോടുകൂടി നിങ്ങളുടെ ഓരോ ചുവടുവെപ്പ് മുമ്പോട്ട് വയ്ക്കാൻ നിങ്ങൾക്ക് ഈ സീരീസ് വളരെയധികം സഹായിക്കും. അത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവുമെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് ഞാനിതാ ആ ഒരു പുതിയ ഉദ്യമത്തിന് ഇവിടെ തുടക്കമിടുകയാണ്. നിങ്ങളെല്ലാവരും എല്ലാ എപ്പിസോഡുകളും വ്യക്തമായി കാണുക. കൃത്യമായ ഇടവേളകളിൽ ഈ സീരീസിലെ ഓരോ വീഡിയോയും നിങ്ങളുടെ മുമ്പിൽ ഈ ചാനലിലൂടെ എത്തുന്നതാണ്. നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ ഫോളോ ചെയ്യുക. ഒരിക്കൽ കൂടി പരിചയപ്പെടുത്തുന്നു, ഞാൻ ഡോക്ടർ KP നജീമുദ്ദീൻ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ സീരീസിലേക്ക് കടക്കാം അല്ലേ.